ഹലോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ പരിപാടിയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ 12 hours നോ ഫോൺ ചലഞ്ച് ചെയ്തപ്പോൾ അതിൻ്റെ ഇടയിൽ കുറെ പേര് കമന്റ് ചെയ്തു പറ്റുമെങ്കിൽ 24 hours ചലഞ്ച് ചെയ്യാം. കമന്റ് ചെയ്ത് വേറെ ആരുമില്ല ഗൈസ്, എൻ്റെ കൂട്ടുകാരന്മാരില്ല. അതുകൊണ്ട് നമ്മൾ ആ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തിട്ട് ഇന്ന് രാവിലെ 9 മണി തൊട്ട് നാളെ രാവിലെ 9 മണി വരെ 24 hours നോ ഫോൺ ചലഞ്ച്. ഓക്കെ ഗൈസ്, ദിസ് ഇസ് ഹാപ്പി ബോക്സർ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ ഇട്ടപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അതിനകത്ത് നമുക്ക് സ്ക്രീൻ ടൈം ആഡ് ചെയ്യാൻ പറ്റില്ല. ഈ പ്രാവശ്യം നമ്മൾ സ്ക്രീൻ ടൈം ചെയ്യും. പക്ഷെ നമുക്ക് ഈ പ്രാവശ്യം ചെറിയൊരു പ്രശ്നമുണ്ട്. നമുക്ക് ഷൂട്ട് ചെയ്യാൻ വേറെ ക്യാമറ അല്ല ഫോണും ഇല്ല, നമ്മുടെ ഈ ഫോണിൽ തന്നെയാണ് എല്ലാം ചെയ്യണത്. എന്നാലും ഇതിനകത്ത് ക്യാമറയും കോണ്ടാക്റ്റും മാത്രമാണ് അത്യാവശ്യമായിട്ട് ഉപയോഗിക്കുന്നത്. കോണ്ടാക്ട് അത്യാവശ്യമാണ് എനിക്ക് ഇന്നൊരു ദിവസത്തേക്ക്. അപ്പോൾ നമ്മൾ അവസാനം സ്ക്രീൻ ടൈം കാണിക്കും, എല്ലാ ആപ്പും നമ്മൾ യൂസ് ചെയ്തതിൻ്റെ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഗൈസ്, അതിന് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ്, നമ്മൾ ഇതേ ചലഞ്ചിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ സുഹൃത്ത് ആദിത്യം വിളിച്ചത്. അവന് ഹോസ്പിറ്റലിൽ പോകണമെന്ന്. അപ്പോൾ അവനെ എങ്ങനെ ഇപ്പോൾ വണ്ണപ്പുറം ഹോസ്പിറ്റലിൽ വന്നേക്കോ അല്ലേ? കാണിച്ചു തരാം. എന്നാ അത് പറയാനുള്ളത്? പനിയാണ്, ജലദോഷമാണ്, ചുമയാണ്. നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലട്ടെ അല്ലേ? ചേട്ടന്മാരൊക്കെ നോക്കണം നമ്മൾ വ്ലോഗ് എടുക്കണ കണ്ടിട്ട് അല്ലേ? അത് ഞാൻ ഈ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യോ? നീ കംപ്ലീറ്റ് ചെയ്യും, ഉറപ്പാണ്. ഈ കമന്റ് ചെയ്താലും ഒരുത്തൻ ഇവരാ 24-ന്റെ. അതെ ഗൈസ്, എന്റെ രണ്ട് ഫോണിൽ നിന്നായിട്ട് രണ്ട് അക്കൗണ്ടിൽ നിന്നായിട്ട് ഇട്ടതാ. നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് അല്ലേ? തിരക്കാ ഭയങ്കര തിരക്കാ. രാവിലെ നേരം വെളുത്തുള്ളൂ, അപ്പത്തേനെ ആൾക്കാർ വന്നു. എല്ലാവർക്കും മരുന്ന് വാങ്ങണ്ടേ? അപ്പൊ നമുക്ക് ചിലരുടെ ചീട്ട് എടുത്തിട്ട് കാണാം. ഫൈനലി നമ്മൾ ചീട്ട് എടുത്തു അല്ലേ? നമുക്ക് പോയി മരുന്ന് വാങ്ങാം. മരുന്ന് വാങ്ങട്ടെ ഗൈസ്. അതിൻ്റെ ഉള്ളിലാണ് മരുന്ന് വാങ്ങണത്. അപ്പോൾ ഗൈസ്, ഇത് ഇപ്പോൾ നിലവിലുള്ള സ്ക്രീൻ ടൈം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ആകെ ഉപയോഗിക്കുന്നത് കോണ്ടാക്റ്റും ക്യാമറയാണ്. കോണ്ടാക്റ്റ് നമുക്ക് അത്യാവശ്യമാണ്, പിന്നെ ക്യാമറ ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നല്ലോ നമുക്ക് വേറെ ഫോണില്ലാന്ന്. അപ്പോൾ നമ്മൾ മരുന്നൊക്കെ മേടിച്ചിറങ്ങി അല്ല അതി. അപ്പോൾ ഇനി നേരെ വീട്ടിലേക്ക് പോകണം. അതിക്ക് എന്നാ പറയാനുള്ളത്? ഒരു സെക്കൻഡ് എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. മരുന്ന് കിട്ടി, ഇതാണ് മരുന്ന്. അത്യാവശ്യം മരുന്നുണ്ട്. ഇനി വീട്ടിൽ പോകണം, കിടക്കണം. അങ്ങനെ ഇപ്പോൾ സമയം 12:30 കഴിഞ്ഞു. ഇപ്പം നേരെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇപ്പം അങ്ങ് വന്നുള്ളൂ. അപ്പോൾ ഇതുമായിട്ട് നമ്മൾ ഫോൺ ഉപയോഗിച്ചിട്ടില്ല. സ്ക്രീൻ ടൈം ഇപ്പോൾ ഏകദേശം 17 മിനിറ്റ്. അതായത് നമ്മൾ ക്യാമറ ഉപയോഗിച്ചതിൻ്റെയും കോണ്ടാക്റ്റ് ഉപയോഗിച്ചിട്ടും. കോണ്ടാക്റ്റ് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഗൈസ്, കോണ്ടാക്റ്റിൽ നിന്ന് നമുക്ക് അത്യാവശ്യമാണ് അഡ്മിഷൻ്റെ കാര്യത്തിനൊക്കെ വിളിക്കും. അപ്പോൾ അതിന് വേണ്ടിയാണ് കോണ്ടാക്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ പാടത്തേക്ക് ഇറങ്ങിയേക്കുവാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പാടത്താണ് വന്നത് ഗൈസ്. ഇപ്പോൾ വെട്ടം കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല, ക്യാമറ ഇതൊക്കെ ആയതുകൊണ്ട് മുഖത്തേ. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യണം നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വൈകിട്ട് ചിലപ്പോൾ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോകും. അപ്പോൾ അടിപൊളിയാണ്. ഇപ്പോൾ ഫോൺ ഉപയോഗിക്കാനായിട്ട് നല്ല സുഖമുണ്ട് ഗൈസ്. എപ്പോഴും ഈ ഫോണിലേക്ക് തന്നെ നോക്കി ഇരുന്നിട്ട് ഇപ്പോൾ പെട്ടെന്ന് ഫോൺ മാറ്റിയപ്പോഴത്തേനും തലയ്ക്കൊക്കെ നല്ലൊരു ഫ്രഷ്നെസ് പോലെ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് കുറച്ച് മുമ്പ് കാണാം ഗൈസ്. അതിലേക്കും ഞാൻ എപ്പോഴും പറയണതാണ് ഗൈസ്, നിങ്ങളോട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബോയ്സ് ആൻഡ് ഗേൾസ്, ഇപ്പോൾ സമയം 3 മണിയായി. ഇപ്പോൾ നമ്മളിപ്പോൾ നേരെ ഡ്രൈവിംഗ് പഠിക്കാൻ പോകണം. ഇത്ര നേരം നമ്മൾ കുറച്ച് നേരം കിടന്നുറങ്ങി. പിന്നെ അച്ഛൻ്റെ കൂടെ കുറച്ച് പണിയായിരുന്നു വീട്ടിൽ. അപ്പോൾ ഇപ്പോൾ സമയം 3 മണിയായപ്പോൾ നമ്മൾ ഡ്രൈവിംഗ് ക്ലാസ്സിലേക്ക് പോവാണ്. നമുക്ക് അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. സമയമായി ഗൈസ്, വേഗം പോകണം, വണ്ടിയില്ല ഗൈസ്. അങ്ങനെ നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിലെത്തി. ഇവിടെ തന്നെ കുറച്ച് നേരം 1.5 മണിക്കൂറത്തെ ഇവിടെ ക്ലാസ് ഉണ്ട്. അത് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകണം. എൻ്റെ ഫ്രണ്ടിൽ കാണുന്ന അവിടെ ബൈക്ക് തന്നെ അവിടെയാണ് സ്ഥലം. നമുക്ക് ചെല്ലാട്ട് വന്നിട്ട് കാണാം. ഓക്കെ ഗൈസ്. അങ്ങനെ നമ്മൾ ഡ്രൈവിംഗ് ക്ലാസ് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോരാൻ വേണ്ടി ബസ് കയറാൻ നിൽക്കുകയാണ് ഗൈസ്. അന്നേരം ദാഹിച്ചപ്പോഴത്തേക്ക് നമ്മളൊരു നെല്ലിക്ക വെള്ളം കുടിച്ചു. അടിപൊളിയാണ് ഗൈസ്. സാധനം നമ്മുടെ നെല്ലിക്ക ഉപ്പിലിട്ട വെള്ളത്തിനകത്തേക്ക് സോഡ ഒഴിച്ച് വെച്ചിട്ട് ഉപ്പ് ഇട്ട് വരും. അടിപൊളിയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ പരിപാടി കഴിഞ്ഞത് വീട്ടിലേക്ക് എത്തി. ഈ കാണാൻ നമ്മൾ വീട്ടിലേക്ക് നടക്കണതാണ് ഗൈസ്. ബോയ്സ് ആൻഡ് ഗേൾസ്, അപ്പോൾ സമയം 4:30. ഇതിലേക്കും നമ്മൾ ക്യാമറ മാത്രമാണ് ഉപയോഗിച്ചുള്ളൂ. ഞാൻ 2 ക്യാമറയാണ് ഉപയോഗിച്ചത്. ഒന്ന് ഫോണിൻ്റെ ക്യാമറയും പിന്നെ അല്ലാണ്ട് പ്ലേ സ്റ്റോർ വഴി ഡൗൺലോഡ് ചെയ്തൊരു ക്യാമറ ഉണ്ട്. അപ്പം മൊത്തത്തിൽ 26 മിനിറ്റ് ഇപ്പോൾ നിലവിൽ കാണിക്കുന്നത് ടൈമിങ്. ഇത്ര നേരം ബോറടിയൊന്നും ഇല്ലായിരുന്നു. ഡ്രൈവിംഗ് ക്ലാസ്സിന് പോയി, അതിന് മുമ്പ് കുറച്ച് പണിയായിരുന്നു. പിന്നെ രാവിലെ വണ്ണപ്പുറത്തിന് പോയി, നമ്മൾ ഹോസ്പിറ്റലിൽ പോയല്ലോ. അപ്പോൾ അതും ഇനിയാണ് ഗൈസ് ബോറടിക്കാൻ പോണേ. എന്നും വൈകിട്ട് ഞാൻ യൂട്യൂബ് കണ്ടുകൊണ്ടിരിക്കണം ഞാനാ. ഇനി എന്ത് കാണുമെന്ന് അറിയത്തില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ വഴി കണ്ടെടുത്തണം. അപ്പോൾ ഒന്ന് നമുക്ക് ഒരു വൈകിട്ട് 7 മണിക്കായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ ക്യാമറ മാത്രമല്ല ഉപയോഗിച്ചത്, നമ്മൾ കോണ്ടാക്റ്റും കൂടെ ഉപയോഗിച്ചു. കാരണം ഞാൻ ആദ്യമേ തൊട്ട് പറയുന്നുണ്ടായിരുന്നു, എനിക്ക് അഡ്മിഷൻ്റെ കാര്യത്തിലും ഡ്രൈവിംഗ് ക്ലാസ്സിൽ നിന്നൊക്കെ കോൾ വരുന്നുണ്ട്. കോണ്ടാക്റ്റ് മാത്രം ഉപയോഗിക്കുന്നത്, കോണ്ടാക്റ്റും ക്യാമറകളും മാത്രം. ഗൈസ്, ഇപ്പോൾ സമയം 6:30 കഴിഞ്ഞ് ഗൈസ്. ഇപ്പോൾ നമ്മൾ ഫോൺ ഉപയോഗിക്കേണ്ടിരുന്നിട്ട് ഏകദേശം എത്ര മണിക്കൂറേ? നമ്മൾ രാവിലെ 9 മണി തൊട്ട് തുടങ്ങിയതാണ്. ഇപ്പോൾ സമയം 6:30 ആയി. അപ്പോൾ എത്രയാണ് ഗൈസ്?
അപ്പോൾ നമ്മുടെ ഇപ്പോൾ സ്ക്രീൻ ടൈം വന്നേക്കണ 31 മിനിറ്റാണ്. കാരണം നമ്മൾ 9 മണി തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് ഇൻസ്റ്റയൊക്കെ നോക്കിയായിരുന്നു. 1 മിനിറ്റ് വെച്ചെല്ലാം രാവിലെ നമ്മൾ ചലഞ്ച് തുടങ്ങുന്നതിന് മുമ്പ് 9 മണിക്ക് മുമ്പ്. ബാക്കിയാണെങ്കിൽ നമ്മുടെ ക്യാമറ ആണെങ്കിൽ 18 മിനിറ്റും പിന്നെ ഒരെണ്ണം 8 മിനിറ്റ്. നമ്മൾ 2 ക്യാമറയാണ് ഉപയോഗിക്കുന്നത്, പിന്നെ നമ്മുടെ കോണ്ടാക്റ്റിൻ്റെയും കൂടെ. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ഉള്ള സ്ക്രീൻ ടൈം ഞാൻ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരാം. ഇന്ന് നമ്മൾ എന്നായാലും നാളെ രാവിലത്തെ ആയിരിക്കും കാണിക്കാൻ പോണത്. അപ്പോൾ നമുക്ക് നാളെ നോക്കി അറിയാം ഇന്ന് നമ്മൾ എന്തൊരു ഉപയോഗിച്ചു എന്നുള്ളത്. അപ്പോൾ നമുക്ക് നാളെ രാവിലെ കാണാം. ഇത് നിങ്ങൾക്ക് കാണാം 34 മിനിറ്റ് ആയിട്ടുള്ളൂ. ക്യാമറ 18, പിന്നെ 2 ക്യാമറ നമ്മൾ ഉപയോഗിച്ചു. ഇതാണ് നമ്മൾ ആദ്യം കിടക്കുന്ന നമ്മുടെ ഡിവൈസിൻ്റെ ക്യാമറ, പിന്നെ ഞാൻ അപ്ലോഡ് ചെയ്ത ക്യാമറ. ഇതാണ് നമ്മൾ കോണ്ടാക്റ്റ് മാത്രം 1 മിനിറ്റ് ഉപയോഗിച്ചുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ ഡെയിലി ഉപയോഗിക്കുന്നു, ഡെയിലി അല്ല നമുക്കെന്താ അത്യാവശ്യമാണ്. പിന്നെ ഇത് കാണുന്ന യൂട്യൂബും യൂട്യൂബും YT സ്റ്റുഡിയോയും GPay ഒക്കെ നമ്മൾ രാവിലെ 9 മണിക്ക് നോക്കിയതാണ് ഗൈസ്. വാട്സപ്പല്ല, നമ്മൾ ചലഞ്ച് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ നോക്കിയതാണ് ഇതെല്ലാം. അപ്പോൾ അതാണ് ഇത്രയും മിനിറ്റ് വന്നേക്കുന്നത്. അത് നമ്മൾ ആകെ ഉപയോഗിച്ചിട്ടുള്ളത് 2 ക്യാമറയും കോണ്ടാക്റ്റ് മാത്രമാണ്. ബാക്കിയെല്ലാം നമ്മൾ 9 മണിക്ക് മുമ്പ് നോക്കിയതാണ്. ഇപ്പോൾ ഇതിനകത്ത് ടൈം കാണിക്കണമെന്ന് അറിയത്തില്ല, അതാണ് തപ്പണേ എപ്പോഴാണ് എടുത്തതെന്നുള്ളത്. അത് കാണിക്കുന്നില്ല ഗൈസ്. നിങ്ങളിപ്പോൾ കാണുന്ന ക്ലിപ്പ് പിറ്റേ ദിവസം രാവിലെ 8:15 ഗൈസ്. ഒരു കോളേജിൽ അഡ്മിഷൻ്റെ കാര്യം നോക്കാൻ വേണ്ടിയാണ് പോകുന്നത്. ബസ്സിനാണ് നമ്മൾ പോകുന്നത്, ഞാൻ മാത്രമല്ല പോകുന്നത് ഗൈസ്. നിങ്ങൾ ഇപ്പോൾ കാണുന്ന സ്ക്രീൻ ടൈം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അന്ന് രാവിലെ, അതായത് നമ്മൾ പിറ്റേ ദിവസം നമ്മൾ ചലഞ്ച് തുടങ്ങിയതിൻ്റെ പിറ്റേ ദിവസം രാവിലെ നമ്മൾ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പോയല്ലോ, അന്നേരത്തെ സ്ക്രീൻ ടൈമാണ് ഗൈസ് നിങ്ങൾ കാണുന്നത്. 1 മിനിറ്റേ ഉള്ളൂ ഗൈസ്. ഇപ്പോൾ നമ്മൾ കോളേജിൽ വന്നപ്പോൾ നമ്മൾ അഡ്മിഷൻ്റെ കാര്യത്തിൽ അഡ്മിഷൻ എടുക്കാനല്ല ചോദിക്കാനാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം നമ്മൾ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തു അല്ലേ. പറയാൻ കൈ അതെ ഗൈസ്. അപ്പോൾ ഇനി കുറച്ച് പുറത്തിറങ്ങിയിട്ട് കാണാം ഗൈസ്. അങ്ങനത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഞാനും എൻ്റെ കൂട്ടുകാരും കോളേജിലേക്ക് ഒരു അഡ്മിഷൻ്റെ കാര്യം നോക്കാൻ വേണ്ടി പോയതാണ് ഗൈസ്. പക്ഷേ അതവിടെ നടന്നില്ല. അപ്പോൾ ഗൈസ് നിങ്ങൾ പറയും ഈ ചലഞ്ച് ഞാൻ കംപ്ലീറ്റ് ചെയ്തത് കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ ഫോൺ തന്നെയാണ് ഗൈസ് വീഡിയോ എടുക്കാനും കോണ്ടാക്റ്റോട് ഉപയോഗിച്ചത്. ഇത് വീഡിയോ എടുക്കാൻ വേറെ ഒരു ഫോണും ഇല്ലായിരുന്നു. ചേച്ചിട്ടുണ്ട്, പക്ഷേ ക്യാമറ അത്ര പോരാ. പിന്നെ ആണെങ്കിൽ നമ്മൾ കോണ്ടാക്റ്റ് ഉപയോഗിച്ചല്ലോ. എനിക്ക് കോളേജിലേക്ക് ഒരു അഡ്മിഷൻ്റെ കോൾ വന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു, അതായിരുന്നു. അപ്പോൾ ഗൈസ് നിങ്ങൾ പറയാം ഞാൻ ഈ ചലഞ്ച് കംപ്ലീറ്റ് ആയിരുന്നു ബോയ്സ് ആൻഡ് ഗേൾസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ദിസ് ഇസ് ഹാപ്പി ബോക്സ് സൈനിങ് ഓഫ്.